ഡോക്ടർ പി.കെ. ഗോപൻ വന്നിട്ടുണ്ട്. ഇത് കൊല്ലം ജില്ലയെന്ന് പ്രജിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പം നമ്മൾ വലിയൊരു മൂവ്മെന്റുമായിട്ട് ഇറങ്ങിയതാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾക്ക് മുഖ്യമന്ത്രിയുടെ ഒക്കെ പിൻബലം വളരെ കൂടുതലുണ്ട്. നമ്മളെല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പം മാത്രമല്ല റെയ്ഡൊക്കെ കൂടി നമുക്ക് ജനങ്ങൾക്കൊരു ഒരുപക്ഷെ ഒരു ആശ്വാസം പകരുന്ന രീതിയിലുള്ള പോലീസിന്റെയും എക്സൈസിന്റെയും പ്രവർത്തനം ശക്തമായിട്ടുണ്ട്. ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കിതിൽ ഈ കുറച്ച് കോൺക്രീറ്റായ പ്രപ്പോസൽസാണ് ഉള്ളത്. അതായത് ക്യാമ്പയിനൊക്കെ വളരെ അഭിനന്ദനാർഹവും 24 അക്കാര്യത്തിൽ ലഹരി വിരുദ്ധ മനോഭാവമുള്ളവർക്കെല്ലാം ഒരു കടപ്പാടുമുണ്ട്. എല്ലാ മാധ്യമങ്ങളും എല്ലാ സാമൂഹിക സ്ഥാപനങ്ങളും അതിനുവേണ്ടി ഒരുമിച്ച് പരിശ്രമിച്ചാൽ നിരാശയുടേതായ ഒരു തലം ഉണ്ടാവില്ല, നമുക്ക് അതിജീവിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കോൺക്രീറ്റായിട്ട് വരണമെന്ന് പറയുന്നത് കേരളത്തിലാണ് ഏറ്റവും മികച്ച സന്നദ്ധ സേവന സ്വഭാവമുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കാണ്. നമ്മൾ പല തവണ തെളിയിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഈ അയൽക്കൂട്ടം മാതൃകയിൽ നമ്മുടെ എല്ലാ പഞ്ചായത്ത് വാർഡിലും വിദ്യാർത്ഥികളും മുതിർന്നവരും തമ്മിലുള്ള കൂട്ടായ്മ ഉണ്ടാവണം. ആ കൂട്ടായ്മയിൽ അതൊരു 2 മാസം കൂടുമ്പോൾ ആ മീറ്റിംഗ് ചേർന്ന് കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ഏത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ഇത്തരം കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടും. രണ്ടാമത്, ഇതേ മാതൃകയിൽ സ്കൂളിൽ, അതിപ്പോൾ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് ഈ വർഷം. ഞങ്ങളത് പ്രഖ്യാപിക്കാൻ പോകുകയാണ്, ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. അത് എല്ലാ സ്കൂളിലും ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ ജില്ലയിൽ 69 സർക്കാർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. ഈ 69 സ്കൂളിലും ക്ലാസ് ബേസ് കൂട്ടായ്മ, അതായത് പേരൻസ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, അതിൽ ക്ലാസ് ടീച്ചർ ചെയർപേഴ്സണും വിദ്യാർത്ഥി കൺവീനറും ഒരു പേരൻസിൽ നിന്നൊരു ഡെലിഗേറ്റ് ആയി വരുന്ന ഒരാൾ രക്ഷാധികാരിയുമായ എല്ലാ ക്ലാസ്സിലും ഈ കൂട്ടായ്മ. ഇത് മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ മീറ്റിംഗ് ചേരും. അപ്പോൾ 2000 വിദ്യാർത്ഥികൾ ഒരു സ്കൂളിലുണ്ടെങ്കിൽ 2000 വിദ്യാർത്ഥികളും ഇതിൽ പങ്കാളികളാവും. അപ്പോൾ ആ സ്കൂളിൽ ഇങ്ങനെ അരുതായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും തിരുത്താനും പറ്റും. അരുതായ്മകൾ മാത്രമല്ല, പോസിറ്റീവ് സൈഡിലേക്ക് വിദ്യാർത്ഥികളെ ചിന്തിപ്പിക്കാനും അതനുസരിച്ചുള്ള കൂട്ടായ്മകൾ രൂപപ്പെടുത്താനും പറ്റും. ഈ രൂപത്തിൽ കോൺക്രീറ്റായ ഒരു പ്രപ്പോസൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ ലഹരി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ആസ്പെക്റ്റ് ഉള്ളത്, അതിന് 2 സൈഡുണ്ട്. ഒന്ന്, സോഷ്യൽ മീഡിയയുടെയും ടെക്നോളജിയുടെയും വികാസകാലത്ത് അതുപയോഗിച്ചുകൊണ്ട് ലഹരിയുടെ സങ്കേതങ്ങൾ വികസിപ്പിക്കുന്നുണ്ട്. അതേ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കാനും പറ്റും. ഇപ്പം നമ്മൾ കോളേജിൽ കണ്ടതാണ്, അവർ വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചത് ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ്. അതേ വാട്സപ്പ് കൂട്ടായ്മയ്ക്കകത്ത് നുഴഞ്ഞു കയറിയിട്ടാണ് പോലീസ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ സാങ്കേതികവിദ്യയെ നമുക്ക് 2 തരത്തിൽ ഉപയോഗിക്കാം. ഇപ്പം ടെലിവിഷൻ ചാനലുകളിലൂടെ വരുന്ന കാര്യങ്ങൾ കുട്ടികളെ ലഹരിക്ക് വിധേയമാക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടെത്തിയൊരു കാര്യമാണ്. എന്നാൽ അതേ ചാനൽ ഉപയോഗിച്ച് അതിനെതിരായും പ്രവർത്തിക്കാമെന്നുള്ളതും നമ്മളിപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും. ഡോക്ടർ പി.കെ. ഗോപൻ, എനിക്ക് തോന്നുന്നു ഇത് ഈ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാവുന്ന നിർദ്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രായോഗികമായ നിർദ്ദേശങ്ങൾ. ഗോപൻ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ശരിക്കും നമ്മുടെ ഒരു ഗവേഷണ ടീം നമ്മുടെ കൂടെ പിന്തുടരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ നമ്മോട് പറഞ്ഞേക്കുന്നത് നമ്മളൊരു PhD പ്രബന്ധം പോലെ നമ്മളിത് തയ്യാറാക്കി ഒരു 30 ദിവസമാണ് നമ്മുടെ യാത്ര. 45ാമത്തെ ദിവസം തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ കൂടെ സാന്നിധ്യത്തിൽ നമ്മളൊരു കോൺക്ലേവ് പോലെ നടത്തി ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. മാത്രമല്ല മുഖ്യമന്ത്രി ഒരു കാര്യം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, അതിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ, പറയുന്ന നിർദ്ദേശങ്ങൾ പ്രായോഗികമാണെങ്കിൽ അത് 100% നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ അതിശക്തമായ നിലപാടുകളും ഈ കാര്യത്തിൽ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഇത് ഗവൺമെന്റ് വളരെ സീരിയസ് ആയി കണ്ടു എന്നുള്ളത് വസ്തുതയാണ്. ഗവൺമെന്റിനെ അങ്ങനെ കാണണമെങ്കിൽ ഈ മറ്റു കാര്യങ്ങൾക്കൊക്കെ പാർട്ടി പൊളിറ്റിക്സും മറ്റു കാര്യങ്ങളൊക്കെ വിമർശനമൊക്കെ ആകാം. പക്ഷെ ഇത് കേരളത്തിന്റെ എല്ലാവരോട് ചേർന്നാൽ മാത്രം നടക്കുന്ന, ഒരാൾ പോലും മാറി നിന്നാൽ പരാജയം സംഭവിക്കാവുന്ന ഒരു കാര്യമായിട്ട് ഇത് വരും. അതുകൊണ്ട് കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഒറ്റക്കെട്ടായി പിന്നെ ഒരു നന്ദി നിങ്ങളോട് പറയേണ്ടത്, ഇത് തുടങ്ങിയത്, ഇന്നത്തെ തുടക്കം ശാസ്താംകോട്ടയിലാണ്. ഇന്നലെ നിങ്ങളുടെ സമാപനം ഞാനൊരു സ്ഥലത്ത് കണ്ടിരുന്നു. എനിക്ക് അതിലേക്ക് വേറൊരു പരിപാടിക്ക് ധൃതി പോകേണ്ടതുകൊണ്ട് ഇറങ്ങാതിരുന്നതാണ്. ഈ ശാസ്താംകോട്ട കടവ് വളരെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ടൂറിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. 24 അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ ഏറ്റവും മികച്ച ശുദ്ധജല തടാകം, വലിയ അഴുക്കുകളൊന്നും വ്യാപിക്കാത്തൊരു സ്ഥലം. ഇത് ജില്ലാ പഞ്ചായത്ത് ഈ കടവ് ദത്തെടുത്ത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളൊരു വെയിറ്റിംഗ് ഷെഡ് എന്ന് പറയുന്നത് 24 പേര് ഇവിടെ മുങ്ങി മരിച്ച ഒരു സംഭവമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അവരുടെ സ്മരണയ്ക്കായിട്ട് കൂടിയാണ് ആ കാത്തിരിപ്പ് കേന്ദ്രം. അതുപോലെ ഇവിടെ ടൈലെല്ലാം പാകി സീറ്റുകളെല്ലാം ഉറപ്പിച്ച് ഈ അമ്പലക്കടവിലേക്ക് വരുന്ന പടവുകൾ തകർന്ന് തരിപ്പണമായി കിടന്നതാണ്. അത് നമ്മൾ മനോഹരമായി ടൈല് പാകി. ഇനി ഇവിടെ ഒരുപാട് കപ്പിൾസ് വിവാഹത്തിന് മുമ്പും ശേഷവും ഇവിടെ വന്ന് ഫോട്ടോ സെഷൻ എടുക്കാറുണ്ട്. അവർക്ക് ആവശ്യമായ സെൽഫി പോയിന്റ്,
അങ്ങനെ ചിലപ്പോൾ ഈ ഡെസ്റ്റിനേഷൻ മാരേജിന് പറ്റിയ സ്ഥലമാവും ഇത്. അതെ 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 അതൊക്കെ നല്ല കാര്യമാണ്. പുതിയ കാലത്തിനനുസരിച്ചുള്ള ഒരു അത്തരം സംഭവങ്ങളിലൂടെ വെച്ച് നടക്കണം. പിന്നെ നമ്മളിപ്പോ ഗുരുവായൂർ പോയി താലി കെട്ടിയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ വേറെ ഹോട്ടലിലല്ലേ, അതുപോലെ ശാസ്താംകോട്ട കായലിന്റെ അവിടെ പോയി താലി കെട്ടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ഉണ്ട്. ഈ ചെറിയ സൗകര്യങ്ങളെല്ലാം പലരും ദുരുപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ശാസ്താംകോട്ട പോലീസിന് പോലും ചെല്ലാൻ വയ്യാത്ത രീതിയിലുള്ള അപകടകരമായ സാഹചര്യങ്ങളിലൂടെ കാണുന്നുണ്ട് ആളുകളെ. അപ്പോൾ അത് നമുക്ക് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. എനിക്കൊന്ന് അമ്മമാരൊക്കെ ചൂല് കയ്യിലെടുക്കണമെന്ന് നമ്മൾ പറയുന്നത്. വാത്സല്യം വേണം, പ്രതിരോധം വേണം. തീർച്ചയായിട്ടും. ഈ ഞങ്ങളുടെ പേരൂടെ പറഞ്ഞോളൂ. ഞാൻ അസുറ ബീവി, താലൂക്ക് കോർഡിനേറ്റർ ആണ് ഇതിന്റെ. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, ഈ വിപത്ത് ഇത് ഗവൺമെന്റ് വഴിയായാലും പൊതുജനങ്ങളുടെ വഴിയായാലും ഇത് നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് ഏതാണ്ട് ഒരു 3ാമത്തെ സ്റ്റേജിലാണ് നമ്മളൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. അല്ലെ, ഏറ്റവും നല്ല ഒരു കാഴ്ചപ്പാട് 24 ശ്രീകണ്ഠൻ സാർ ഇതിന് കൊണ്ടുവന്നതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അമ്മയെന്ന രീതിയിൽ അഭിമാനിക്കുന്നു. ഇത് ഇവിടെ നിർമ്മാർജ്ജനം ചെയ്യണം. ഇത് പിടിക്കപ്പെടുന്നവരെ 1 മാസമോ 2 മാസമോ ഒന്നും അവരെ കൈ വെച്ചിട്ട് തുറന്നു വിടുന്നതല്ല, ഇവരെ ഒരു ബാരിക്കേഡ് തന്നെ വെച്ച് ഇവരെ ഇങ്ങനെ പിടിക്കപ്പെടുന്നവരെ നമുക്ക് ഒരു ദുർഗുണ പരിഹാര പാഠശാല പോലെ ഉണ്ടാക്കി ഇവർക്ക് നല്ലൊരു പാഠം കൊടുത്ത് തന്നെ പുറം ലോകമായിട്ട് വന്ന് ഇവർക്ക് പിന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ഇവരെ പുതുതലമുറയ്ക്ക് ഇവരൊരു മാർഗദർശിയാവണം. അതാണ് എൻ്റെ അഭിപ്രായം. അതിന് എല്ലാവിധ ആശംസകളും ഇങ്ങനെ ഈ സംരംഭം ഉയർത്തിക്കൊണ്ടുവന്നതിന്.